AI ബബിൾ വന്നു, AI ബബിൾ പൊട്ടുകയാണെങ്കിൽ ഇന്ത്യ തിരിച്ച് ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന എമർജിങ് മാർക്കറ്റായിട്ട് വരാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാധ്യതയുണ്ട്. നിഫ്റ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാല്യൂഡ് ആണ് എന്ന് തന്നെ എനിക്ക് പറയാം. കൺസോൾട്ടേഷൻ ഫേസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത് ലോസ് മേക്കിംഗ് കമ്പനീസ് ആണ്. പോസിറ്റീവ് എക്സ്പെക്റ്റൻസി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള റിസ്ക്സ് ഇപ്പോഴും പ്രിവലൻ്റ് ആണ്. RBI റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബാങ്കുകൾക്കൊക്കെ നല്ലതാണെങ്കിലും ബാക്കിയുള്ള സെക്ടേഴ്സിനെല്ലാം അത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുക. ഏറ്റവും കൂടുതൽ ലഗാർഡ്സ് ആയിട്ട് നിൽക്കുന്ന പല കമ്പനികളും ഈ ഹൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പോഷറുള്ള കമ്പനികളാണ്. നമസ്കാരം. ഇന്ത്യൻ ഓഹരിവിപണി 2026 ഒന്നാം പകുതി പൂർത്തിയാക്കാൻ പോകുകയാണ്. രണ്ടാം പകുതി നമ്മുടെ മുന്നിലുണ്ട്. നിക്ഷേപകരെല്ലാം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വർഷം ഇതുവരെയുള്ള ഒരു വിപണിയുടെ പ്രകടനം നോക്കുമ്പോൾ പല സംശയങ്ങളും നിക്ഷേപകരുടെയും നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് വന്നു ചേരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ വർഷം ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു വോൾട്ടാലിറ്റി ഒരു ആരോഗ്യകരമായ ഒരു തിരുത്തലിൻ്റെ ഭാഗമാണോ, അതൊരു വലിയ റീസെറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു തുടക്കമാണോ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ ഒരു അടുത്ത 6 മാസത്തേക്കുള്ള ഔട്ട്ലുക്ക് അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് പ്രമുഖ മാർക്കറ്റ് അനലിസ്റ്റും SEBI രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുമായ ബാലേന്ദ്രൻ വിശ്രാമാണ്. അപ്പം നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. നമസ്കാരം. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 2026 ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ ഇതൊരു ഹെൽത്തി കൺസോൾട്ടേഷൻ ആണോ, അതോ ഒരു വലിയ തിരുത്തലിനുള്ള അല്ലെങ്കിൽ ഒരു റീസെറ്റിന് മുന്നോടിയായിട്ടുള്ളൊരു തുടക്കമാണോ? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? നമ്മുടെ മെയിൻ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓൾ ടൈം ഹൈന്ന് ഓൾമോസ്റ്റ് ഒരു 9% ഡൗണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന 2 ഇൻഡെക്സസുമാണ് ഒരു ലാസ്റ്റ് 2 years ആയിട്ടാണ് ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് വന്നേക്കുന്നത്. നമ്മളൊരു മേജർ ആയിട്ടുള്ളൊരു ബെയർ മാർക്കറ്റിലേക്ക് ഒരു ഫോളോ മേ ബി ഒരു 25-30% ഫോളിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് രീതിയിലുള്ള ഡൗട്ട്സും ഒരു ഫ്രസ്ട്രേഷൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയുന്നത് നല്ലൊരു ടൈമാണ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാനും നമുക്ക് ഫ്യൂച്ചർ കുറച്ചും കൂടി ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു റണ്ണപ്പിനുള്ള സാധ്യത, അതായത് മാർക്കറ്റിലുള്ള അതിനുള്ള സ്കോപ്പ് നമ്മൾ പല സെക്ടേഴ്സിൽ നമ്മൾ കണ്ടുവരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും റീസെൻറ്റ് പീക്ക് 9-10% വീഴുമെന്ന് പറഞ്ഞു. അപ്പം ഒരു സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി പറഞ്ഞിരുന്ന എക്സ്പെൻസീവ് വാല്യുവേഷനാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷനിലൂടെ ആ ഒരു വാല്യുവേഷൻ നമ്മൾ നോക്കുമ്പോൾ മെട്രിക്സ് ഒരു മോഡറേറ്റ് ആയോ ഒരു ചീപ്പായോ, അതോ ഇപ്പോഴും ചില സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഓവർ ഹീറ്റഡ് ആണ്, അല്ലെങ്കിൽ വാല്യുവേഷൻസ് അത്രയ്ക്കും കംഫർട്ട് സോണിലോട്ട് എത്തിയില്ല എന്നാണോ കരുതേണ്ടത്? ഇതുവരെയുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തണം? നമ്മൾ സെക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മെയിൻ ഇൻഡെക്സ് ആയ നിഫ്റ്റിയുടെ ഒരു വാല്യുവേഷൻ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. വാല്യുവേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് മെട്രിക് എന്ന് പറയുന്നത് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ, PE മൾട്ടിപ്പിളാണ്. ഇന്ന് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 20.6 എന്നുള്ള ലെവലിലാണ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് 5 yearsൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 23 ആണ്. അതിനേക്കാളും സിഗ്നിഫിക്കൻ്റ്ലി ബിലോ ആയിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് മാർക്കറ്റ് വാല്യുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളതിനാണ് മീനിങ്. ഇത് ഞാൻ കോവിഡിൻ്റെ ലോ ആയിട്ടുള്ള 17.6 ഞാൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 6 വർഷം മുമ്പത്തെ സംഭവമായിരുന്നല്ലോ കോവിഡ്. അപ്പോൾ 6 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത് വെറും 2.66% CAGR മാത്രമേ ഉള്ളൂ ഈ PE മൾട്ടിപ്പിളിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാല്യൂഡ് ആണ് എന്ന് തന്നെ എനിക്ക് പറയാം. ഇവിടെ PE മൾട്ടിപ്പിൾസ് ബെറ്ററായി എന്ന് പറയുമ്പോൾ 2 രീതിയിലും വേണം നമുക്ക് എടുക്കാം. അപ്പോൾ പ്രൈസ് കുറയുന്നത് ഭാഗം ഏണിങ്സ് ഗ്രോത്ത് കൊണ്ടും ഇത് കംഫർട്ട് സോണിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ മാർച്ച് ക്വാർട്ടറിലെ റിസൾട്ടുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഏണിങ്സ് ഗ്രോത്ത് വിസിബിൾ ആണോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അത് തന്നെയാണ് അതിനകത്തുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ എന്ന മെട്രിക്കാണ്. നിഫ്റ്റിയുടെ ഏർണിങ്സ് പെർ ഷെയർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് വളരെ ലോ ലെവലിലാണ് ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ ആ ഒരു ടൈമിലൊക്കെ നിന്നിരുന്നത്. ഇന്ന് അത് നല്ലൊരു 17% CAGR എൻ്റെ ഗ്രോത്ത് അവിടെ വരുന്നുണ്ട്. പക്ഷേ ആ ഗ്രോത്ത് ആക്ച്വലി പ്രൈസിങ്ങിലുള്ള റേറ്റിങ്ങിൽ വരാത്തതുകൊണ്ടാണ് നിഫ്റ്റി അണ്ടർ പെർഫോമൻസിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് റേറ്റിംഗ് വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റേറ്റിംഗ് ഈസ് ഓൾ ഡിപ്പെൻഡൻ്റ് ഓൺ ദി സ്റ്റോറി, സെൻറ്റിമെൻറ്റിലാണ്. അതായത് ഒരു രാജ്യം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് ഇവിടെ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ് ഫാക്ടറിലാണ് ഒരു റേറ്റിംഗ് ഇത് വരുന്നത്. അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു ഔട്ട് പെർഫോമൻസ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തത്. അങ്ങനെ സെൻറ്റിമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 2026 രണ്ടാം പകുതിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു 6 മാസക്കാലത്ത് നമ്മൾ നോക്കുമ്പോൾ വിപണിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു മുൻതൂക്കം കിട്ടാൻ പോകുന്ന ഈ ഏണിങ്സ് റേറ്റിങ്ങിനാണോ, അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ എക്സ്പാൻഷനാണോ, ഏതിനായിരിക്കും ഒരു മുൻതൂക്കം കിട്ടാൻ സാധ്യത? ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണത്. കാരണം നമുക്കൊരു റേറ്റിംഗ് വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം.
ഇന്ന് പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ് കാണിക്കുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ് ഇൻഡെക്സ് ആണ്. ഓൾ ടൈം ഹൈസിലാണ് അത് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ FIS ഇല്ലാത്തതുകൊണ്ടുകൂടിയാണോ അത്? തീർച്ചയായിട്ടും ആണ്. കാര്യം FIS ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെല് ചെയ്യുന്നത് ലാർജ് ക്യാപ് ഇൻഡെക്സിൽ തന്നെയാണ്. വലിയ വലിയ കമ്പനികളിലാണ് അവർ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മിഡ് ക്യാപ്പിൽ അത്ര രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് മിഡ് ക്യാപ് ഇൻഡെക്സ് ഇന്ന് ഓൾ ടൈം ഹൈസിൽ തന്നെ നിന്ന് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് അവർ ശരിക്കും പറഞ്ഞാൽ ഓൾ ടൈം ഹൈയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ക്ലോസ് ചെയ്തതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഏണിങ്സ് ഗ്രോത്തിനെ കൂടെ മാർക്കറ്റ് കണക്കാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫേസ് ഗ്രോത്തിലേക്ക് നിക്ഷേപകരും കണക്കാക്കുന്നുണ്ടോ എന്ന് നമുക്ക് വേണ്ടി മിഡ് ക്യാപ്പിൻ്റെ ഇപ്പം റിസൾട്ട് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഒക്കെ ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ വേണേൽ വായിച്ചെടുക്കല്ല, ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാമല്ലേ? ഏർണിങ്സ് ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ സെക്ടേഴ്സിലും ഗ്രോത്ത് വരുന്നുണ്ട്. നിഫ്റ്റി ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പിലായിക്കോട്ടെ, കമ്പനീസ് എല്ലാം റവന്യൂ എല്ലാം പോസിറ്റീവാണ്, ഏർണിങ്സ് എല്ലാം പോസിറ്റീവാണ്, പ്രോഫിറ്റ്സ് എല്ലാം പോസിറ്റീവാണ്. ഈവൻ പബ്ലിക് സെക്ടർ കമ്പനീസ് എല്ലാം പ്രോഫിറ്റിൽ തന്നെയാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയുടെ ആ ഒരു സെൻറ്റിമെൻറ്റ് ഫാക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റീറേറ്റിംഗ് വരാത്തത് കൊണ്ടാണ്. അതായത് ആ ഒരു P/E അല്ലെങ്കിൽ പ്രൈസ് ഏർണിങ്സിൻ്റെ ഒരു സ്റ്റോറി, അതായത് ഒരു സെൻറ്റിമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. FISൻ്റെ സെല്ലിങ് അതിനകത്തൊരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏണിങ്സ് ഗ്രോത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു വീക്ക് ബാലൻസ് ഷീറ്റുള്ള കമ്പനികൾക്കൊക്കെ ഇനി തിരിച്ചിട്ട് നേരിടാൻ പോകുന്ന, അല്ല അത്തരം ഓഹരികൾക്ക് ഒരു പണിഷ് ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടമാണ് മുന്നിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും വായിച്ചെടുക്കാമല്ലോ. തീർച്ചയായിട്ടും കൺസോൾട്ടേഷൻ ഫേസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത് ലോസ് മേക്കിംഗ് കമ്പനീസ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്യാൻ പോകുന്നത് ആ ലോസ് മേക്കിംഗ് കമ്പനീസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അതേപോലത്തുള്ള സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം ഈ ഒരു ഫേസ് തന്നെയാണ്. എന്നിട്ട് നല്ല കമ്പനീസിലേക്ക് നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത്, ഈ റീറേറ്റിംഗ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രോത്ത് വളരെ എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വന്നാൽ കാത്തിരിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് 2026 രണ്ടാം പകുതി അല്ലെങ്കിൽ മുന്നോട്ടുള്ള 6 മാസം ഈ കൺസോൾട്ടേഷൻ തുടരുമോ അതോ മാർക്കറ്റ് റിക്കവർ ചെയ്യും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2026 രണ്ടാമത്തെ പകുതിയിൽ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട്സും നല്ല രീതിയിലൊരു ഔട്ട് പെർഫോമൻസും ആണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത്. ഇത് പ്രഡിക്റ്റ് ചെയ്തതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് മെട്രിക്സ് വെച്ചിട്ടാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഒരുപാട് രീതിയിലുള്ള ഒരു ഡിഡക്ഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരികയുണ്ടായി. പിന്നെ GST 28% സ്ലാബിൽ നിന്ന് 18% സ്ലാബിലേക്കുള്ള ഒരു ഡൗൺവേർഡ് ഷിഫ്റ്റും അവിടെ ചെയ്യേണ്ടായി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കമ്പനീസിലൊരു ബെറ്റർ ഏർണിങ്സ് ഗ്രോത്തും അല്ലെങ്കിൽ ബെറ്റർ മാർജിൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നത്. ആൻഡ് അറിയാമല്ലോ, നമ്മളൊരു സെൻട്രൽ ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവന്നാൽ തന്നെയും അത് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ അതിൻ്റെ റിസൾട്ട്സ് കാണാൻ പറ്റത്തില്ല. 6 months to 9 months ശേഷമാണ് ആ റിസൾട്ട്സ് വരേണ്ടത്. അതിനുള്ള പറ്റിയ ടൈം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഇയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു ഔട്ട് പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അതിന് തടയിടാനായിട്ട് ഇപ്പോൾ ഈ വന്നേക്കുന്ന വെസ്റ്റ് ഏഷ്യയിലുള്ള കോൺഫ്ലിക്ട്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് കൗണ്ടർ മെഷേഴ്സായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു സർട്ടനിറ്റി ഇല്ല എന്ന് തന്നെ എനിക്കിപ്പോൾ പറയാം. ഈ വെസ്റ്റ് ഏഷ്യയുടെ പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് റിക്കവർ ആകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണെങ്കിൽ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മാർക്കറ്റിനെ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്തായിരിക്കും? നമ്മൾ നല്ലൊരു ഡൈനാമിക്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയുടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നത്. ഇനി അടുത്തൊരു 2-3 monthsനുള്ളിൽ റിസോൾവ് ആവണമെങ്കിൽ നമ്മൾ തിരിച്ച് ആ ഗ്രോത്ത് പാത്തിലേക്ക് വരികയും അവിടെ ഒരുപാട് കമ്പനീസിൻ്റെ ആ ഒരു റീറേറ്റിംഗ് വരാനും നല്ല രീതിയിലുള്ളൊരു മാർജിൻ എക്സ്പാൻഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പോസിറ്റീവ് എക്സ്പെക്റ്റൻസി ഉണ്ട് ഇപ്പോഴും മാർക്കറ്റിൽ നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിൽ. അതായത് വെസ്റ്റ് ഏഷ്യയിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധവും ക്രൂഡ് ഓയിലിൽ വില താഴുകയും ചെയ്യുകയാണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരും എന്നാണ് സൂചിപ്പിച്ചു വെക്കുന്നത്. ആ വ്യൂ പോയിൻ്റ് കറക്റ്റാണ്. കാരണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസും ഫ്യൂവലിൻ്റെ റേറ്റ്സും ഷിപ്മെൻ്റ് കോസ്റ്റും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കമ്പനികൾക്കൊരു വലിയൊരു ഓവർ ഹെഡ് തന്നെയാണ്. അത് എത്രത്തോളം കുറഞ്ഞിരിക്കാൻ പറ്റുമോ ഫ്യൂവൽ റേറ്റ്സ് ഉണ്ടെങ്കിൽ അത്രത്തോളം ബെറ്ററാണ്. ഇന്ന് നമുക്കറിയാം ഫ്യൂവൽ റേറ്റ്സ് നല്ല രീതിയിലൊരു പ്രൈസ് ഇൻക്രീസസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ പ്രൈസ് ഇൻക്രീസസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡൈനാമിക്സ് ടോട്ടലി ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റിമെൻറ്റ് ടോട്ടലി ഇമ്പാക്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ വറി എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ മാർക്കറ്റ് വറിയെക്കുറിച്ച് പറയുന്നത് ചോദിക്കുന്നതാണ്. അപ്പം മുന്നോട്ടായാലും നിക്ഷേപകർ അവോയ്ഡ് ചെയ്തതാത്ത ഒരു മാർക്കറ്റ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ US ഫെഡിൻ്റെ റേറ്റ് ഡിസിഷൻസ് ആണോ, ബോണ്ട് ഈൽഡ് ആണോ, ഗ്ലോബൽ ഗ്രോത്ത് ആണോ? അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യ കൊണ്ടും മൾട്ടിപ്പിൾ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ ഗ്ലോബൽ സ്ലോ ഡൗണിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട റിസ്ക് ഫാക്ടേഴ്സ്? അല്ലെങ്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലോബലായിട്ട് ലിക്വിഡിറ്റി ഇന്ത്യൻ മാർക്കറ്റായിട്ട് ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണോ? ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഇതിനൊപ്പം തന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റിസ്ക് എലമെൻസും വളരെ എവിഡൻ്റ് ആണ്. അതിനകത്ത് ഏറ്റവും വലിയൊരു റിസ്ക് ഫാക്ടർ കിടക്കുന്നത് FIയുടെ സെല്ലിംഗ് ആണ്. അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരുപാട് പൈസയാണ് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് അവർ കൊണ്ടുവയ്ക്കുന്നത്. ഇതിനകത്ത് ഒരു മേജർ ഫാക്ടർ കിടക്കുന്നത് നമ്മുടെ 2 രാജ്യങ്ങൾ ഇന്ത്യയുടെയും US-ൻ്റെയും ശരിക്കും പറഞ്ഞാൽ ബോണ്ട് ഈൽഡ്സിൻ്റെ ഉള്ള സ്പ്രെഡ് വളരെ കുറഞ്ഞൊരു ലെവലിലാണ് നിൽക്കുന്നത്.
US-ലൊരു ഇൻവെസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. എന്തിനവർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പോലത്തുള്ള മാർക്കറ്റിൽ കൊണ്ടുവന്ന ആ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ചോദ്യത്തിന് അവിടെ ഒരു വലിയൊരു പ്രസക്തിയുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മൂന്നാമതൊരു വലിയൊരു റിസ്ക് കിടക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ടാക്സേഷൻ്റെ വന്നേക്കുന്ന ഒരു ഹയർ ടാക്സേഷനാണ്. 2018 വരെ അറിയാലോ നമുക്കിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സസ് വളരെ ഹയറാണ്. അപ്പോൾ ഒരു റിസ്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ഒരു ഇൻവെസ്റ്റർക്ക്, പ്രത്യേകിച്ച് പുറത്തുനിന്നൊരു പൈസ കൊണ്ടുവരുന്ന ഒരു NRI ആയിക്കോട്ടെ, HNI ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, അവർക്ക് ടാക്സേഷനും കൂടി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന നെറ്റ് ഈൽഡ് വളരെ കുറവാണ് എന്നൊരു ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ത്രൂ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ടാക്സേഷൻ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റേറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു 5 ഇയേഴ്സിന് മേലുള്ള ഏർണിങ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ 5 ഇയേഴ്സിന് മേലുള്ള ഗെയിൻസിനൊക്കെ ശരിക്കും 0 ടാക്സ് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം റിസ്ക് ക്യാപിറ്റൽ ഇന്ത്യയിലേക്ക് ഫ്ലോ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. അതേപോലെ തന്നെ വരുന്നിപ്പോൾ ഒരു 6 മാസത്തേക്ക് നോക്കുമ്പോൾ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഫെഡ് ട്രാജക്ടറി, അല്ലെങ്കിൽ ചൈന സ്ലോ ഡൗൺ, ക്രൂഡ് ഓയിൽ, മൺസൂൺ, അങ്ങനെ എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു 4-5 അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഫാക്ടേഴ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഡേറ്റ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൺസൂണും അതിൻ്റെ സോയിങ്ങും ഹാർവെസ്റ്റിംഗ് ഒക്കെ തന്നെയാണ്. ഇപ്പോഴാണ് ഒരു ഓസ്റ്ററിറ്റി കോൾ എന്ന രീതിയിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞേക്കണ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സബ്സിഡി ബേർഡൻ കൂടിയത് കാരണം അത് മാർക്കറ്റിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഫുഡ് ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും നമുക്ക് അറിയണമെങ്കിൽ അടുത്തൊരു 6 മന്ത്സിന് ശേഷമാണ് അതിൻ്റെ റിസൾട്ട്സ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ഒപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ് വളരെ ഹൈ ആയിട്ട് റൈസ് ആവുകയാണെങ്കിൽ ശരിക്കും ഇവിടുത്തുള്ള ട്രാൻസ്പോർട്ട് സെക്ടറിനെ നല്ല രീതിയിലൊരു ബാധിക്കാൻ സാധ്യതയുണ്ട്. ട്രാൻസ്പോർട്ട് സെക്ടറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനും എല്ലാം ഒരു ആഫ്റ്റർ എഫക്ട്സ്, ഒരു ഷോക്കൊക്കെ വരാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് നിൽക്കുന്നത് നമ്മുടെ വെസ്റ്റ് ഏഷ്യയുടെ കോൺഫ്ലിക്റ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു റെസൊല്യൂഷനിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുത്തേക്കുന്ന GSTയുടെ റിഡക്ഷൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നള്ളിഫൈ ആയി പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്വാർട്ടറിലെ ഏർണിങ്സിൻ്റെ ഗ്രോത്തും അല്ലെങ്കിൽ മാർജിൻ പ്രഷേഴ്സ് ഉണ്ടോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിവ്യൂ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് Q1 റിസൾട്ട്സ്. കാരണം ഒരുപാട് കമ്പനീസ് അവരുടെ ആ ഒരു പ്രൈസസ് അവർ പലരും ഹൈക്ക് ചെയ്തിട്ടില്ല ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് വന്നുകൊണ്ടും. അല്ലെങ്കിൽ മാത്രമല്ല വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റിൻ്റെ നമുക്കൊരു ഇമ്പാക്റ്റ് അനലൈസ് ചെയ്യാനും പറ്റും. കറക്റ്റ്, അതാണ്. അപ്പോൾ ആ ഒരു പ്രഷേഴ്സ് അവർക്ക് മാർജിൻ പ്രഷേഴ്സിലാണോ അത് വരുന്നത്, അല്ലെങ്കിൽ അതൊരു എൻഡ് കസ്റ്റമേഴ്സ് അവർക്ക് പ്രൈസ് കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു ഫാക്ടർ. അതുപോലെ തന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാർട്ടറിൻ്റെ ഏർണിങ്സ് ആണ്. കാരണം വെസ്റ്റ് ഏഷ്യയുടെ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് കമ്പനീസ് അവരുടെ പ്രൈസസ് കൂട്ടിയിട്ടില്ല, എൻഡ് കസ്റ്റമർക്ക് പ്രൈസസ് കൂട്ടിയിട്ടില്ല. അവരുടെ മാർജിനിൽ ചിലപ്പോൾ അത് നല്ല രീതിയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് അവർ പ്രൊഡക്റ്റിൻ്റെ റേറ്റ്സ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ വീണ്ടും പ്രിവലൻ്റ് ആവും. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ RBIക്ക് റേറ്റ് കൂട്ടാതിരിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല, അവർക്ക് കൂട്ടിയേ പറ്റും. അപ്പോൾ അങ്ങനെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചില്ലെങ്കിൽ RBIക്ക് ഒരു റേറ്റ് മാറ്റേണ്ടി വന്നാൽ ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കും ഇതിനോട് സെൻസിറ്റീവായിട്ട് ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ? നമ്മുടെ മാർക്കറ്റിലെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസസ് കൂടുകയാണെങ്കിൽ, അതായത് ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി RBI വന്നവരുടെ റേറ്റ് കൂട്ടുകയാണ് എൻ്റെ പതിവ് വരിക. RBI റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബാങ്കുകൾക്കൊക്കെ നല്ലതാണെങ്കിലും ബാക്കിയുള്ള സെക്ടേഴ്സിനെല്ലാം അത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുക. റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, കൺസംഷൻ ആയിക്കോട്ടെ, കൺസ്യൂമർ ഡ്യൂറബിൾസ് ആയിക്കോട്ടെ, ആൾക്കാർ കൂടുതലും ലോൺ എടുത്ത് വാങ്ങിക്കുന്ന ചാൻസസ് ഒക്കെ കുറയാനാണ് സാധ്യത വരിക. 26-ൻ്റെ രണ്ടാം പകുതിയിൽ നോക്കുമ്പോൾ എന്തെങ്കിലും രീതിയിൽ സർപ്രൈസ്, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിട്ട്, അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് മറിഞ്ഞിരിപ്പുണ്ടോ? പ്രത്യേകിച്ചൊരു സർപ്രൈസസ് ഒന്നും അടുത്തൊരു 6 മന്ത്സിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ടാക്സേഷനിൽ കുറവ് വരുത്തുകയാണെങ്കിൽ, അതായത് LTCGയിൽ കുറവ് വരുത്തുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിലുള്ളൊരു ഇൻഫ്ലക്സ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുകയും അത് നമ്മുടെ മാർക്കറ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ടൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ടാക്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സർക്കാർ എന്തെങ്കിലും രീതിയിൽ ഒരു റീതിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് പോസിറ്റീവായിട്ട് മാറുന്നുണ്ടെങ്കിൽ, FIs വരികയാണെങ്കിൽ, അപ്പോൾ അതിന് മുന്നേ മിക്കപ്പോഴും FIs ഈ ഒരു സെല്ലിങ് കഴിഞ്ഞിട്ട് റീ എൻട്രി ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ്സ്, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റ്സ് ഒരു സ്റ്റഡി ആകുന്ന രീതിയിലുള്ള നമുക്ക് ഹിസ്റ്റോറിക്കലി നോക്കി കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഫോറിൻ മണി വരുന്നുണ്ടെങ്കിൽ ആ വരാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ആ ഒരു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന FIസിൻ്റെ സെല്ലിങ്സിനെ ഫുള്ളി അബ്സോർവ് ചെയ്യാൻ ഇപ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കുമെന്ന് നമുക്ക് കരുതാവും. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ലഗാർഡ്സ് ആയിട്ട് നിൽക്കുന്ന പല കമ്പനികളും ഈ ഹൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പോഷറുള്ള കമ്പനികളാണ്. അപ്പോൾ അതിനകത്തുള്ള സെല്ലിങ്ങിൻ്റെ സ്പ്രീ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു ബോട്ടം എത്തിയെന്നും പിന്നെ തിരിച്ച് നമുക്ക് മാർക്കറ്റ് റിക്കവർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തിരിച്ച് നാട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്.
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ആമ്പിളായിട്ടുള്ള പൈസയാണ് SIPയുടെ ഇൻഫ്ലക്സിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അവർക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം അവർ പല കമ്പനീസ് അവർ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇവരുടെയൊക്കെ പോർട്ട്ഫോളിയോ ഹോൾഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ലൊരു പെർസെൻറ്റേജ് പൈസ ഇപ്പോഴും അവർ ക്യാഷായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് അവർ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമുക്കൊരു ആധികാരികമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഗ്ലോബലി തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ AI ആണ്. അപ്പോൾ ഇന്ത്യക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്യുവർ പ്ലേ കാണാനില്ലെങ്കിൽ പോലും കുറേ AI പ്രോക്സി പ്ലേ ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ എങ്ങനെ കാണണം? ഒരു AI ആസ് എ നറേറ്റീവ് തീം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളിപ്പോൾ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ അനലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പല കമ്പനീസും AIയിലേക്ക് അവർ ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിലൊരു പിവോട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ റിയൽ റിട്ടേൺസോ അല്ലെങ്കിൽ റിയൽ റെസ്പോൺസസോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് AI പ്രോക്സി കമ്പനീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ AIയുടെ റെവല്യൂഷൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു നിമിഷം ആലോചിച്ചാൽ പോലും എനിക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഈ ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് എടുത്തേക്കുന്നത് US മാർക്കറ്റിലുള്ള കമ്പനീസും അതുപോലെ തന്നെ ഇപ്പോൾ ടൈവാനിലും സൗത്ത് കൊറിയയിലായിട്ടുള്ള കമ്പനീസൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് അവർ എടുത്തിട്ടുണ്ട്. ഇത്ര അഡ്വാൻറ്റേജും ഇത്രയും പൊട്ടൻഷ്യലും ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ളതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് പൈസ ഇടാത്തത്. ഇതിൻ്റെ വേറൊരു ഫാക്ടറും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ പുറത്ത് പോയി സെറ്റിൽ ചെയ്തേക്കുന്ന NRIs ആണെങ്കിലും അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ അവർക്ക് ഇതുപോലത്തുള്ള AI പ്ലേയിൽ കിട്ടുന്നുണ്ടാവുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങോട്ടേക്കുള്ള റെമിറ്റൻസസും കുറയുന്നത്. ഇപ്പോൾ ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ ഏറ്റവും ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തീമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്യുവർ AI പ്ലേ ഇല്ലാത്തതാണ് FI സെല്ലിങ്ങിനും അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ക്യാപിറ്റൽ റിയലൊക്കേഷൻ നടക്കുന്നതിൽ ഒരു ഘടകമായിട്ട് എല്ലാവരും പറയുന്നത്. അതിനൊരു മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ AI ഒരു കറക്ഷൻ വരികയാണ് അല്ലെങ്കിൽ AI ട്രേഡിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ തായ്വാനൊക്കെ നമ്മളെയൊക്കെ മറികടന്ന് 5th പൊസിഷനിലോട്ട് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ റാങ്കിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊരു GDP ഒക്കെ നോക്കുവാണെങ്കിൽ 1 ട്രില്യനേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ അതിൻ്റെ മേളിലുണ്ട്. ഇപ്പോൾ GDP ടു മാർക്കറ്റ് ക്യാപ് റേഷ്യോ ഒക്കെ ഇപ്പോൾ ആരും കണക്കാക്കുന്നുള്ളൂ. ഈവൻ US-ൻ്റെ ആണെങ്കിൽ പോലും US-ൻ്റെ ഒരു GDP 30 നിൽക്കുമ്പോൾ 78 ട്രില്യനാണ് അവർ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ AI ട്രേഡ് നമുക്കില്ല, ശരി തന്നെ. പക്ഷേ ഈ AI ട്രേഡിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു തിരിച്ചു വരാനുള്ള ഒരു വഴി ഒരുക്കുമോ? FIസിനെ തിരിച്ചു വരാൻ അത് സാധ്യതമാക്കുന്നൊരു കാര്യമാണോ? AIയിലൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറി ഇന്ത്യ പോലത്തുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യ മാത്രമല്ല, എല്ലാ ഡിഫെൻസീവ് സെക്ടേഴ്സിനും നല്ല രീതിയിലുള്ളൊരു ക്യാപിറ്റൽ ഇൻഫ്ലക്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി AIയുടെ ബബിളാണോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ആൻസർ എന്ന രീതിയിൽ നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കാം. 2023 ശരിക്കും പറഞ്ഞാൽ AIയുടെ ഒരു വലിയ രീതിയിലുള്ളൊരു ഒരു ഹൈക്ക് വന്നു തുടങ്ങിയത്. ChatGPT വന്നു തുടങ്ങിയത്. അതെ. അപ്പോൾ അതിനുശേഷം ആദ്യം റാലി ചെയ്ത മാർക്കറ്റ് ഡെഫിനറ്റ്ലി US മാർക്കറ്റ് തന്നെയാണ്. ടൈവാനാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് റാലി ചെയ്തത്. അതിനകത്ത് ഒരു സിംഗിൾ കമ്പനി തന്നെ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ $75 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്ന കമ്പനിയാണ് ഇന്ന് 1.1 ട്രില്യൺ എന്ന മാർക്കറ്റ് ക്യാപ്പിൽ നിൽക്കുന്നത്. TSMC എന്ന് പറഞ്ഞൊരു സിംഗിൾ കമ്പനി. ആൻഡ് ആ ഒരു ഒറ്റ കമ്പനിയാണ് 30-40% ഓഫ് ടോട്ടൽ തൈവാൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെ ഹോൾഡ് ചെയ്യുന്ന. അത്രയും കോൺസെൻട്രേറ്റഡ് റിസ്ക് ആണ് ശരിക്കും. ഇപ്പോൾ US നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ US മാർക്കറ്റിൻ്റെ ഒരു ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് 78 ട്രില്യനാണ്. ഇപ്പം NVIDIA 5 ട്രില്യനായി, ആപ്പിൾ ഈ പറഞ്ഞ മാഗ്നിഫിക്കൻറ്റ് 7 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഒരു 30-40% വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇച്ചിരി ടോപ്പ് 10 എടുത്താൽ പോലും നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് സൈസിൻ്റെ 20% പോലും വരുന്നില്ല. വളരെ ഡൈവേഴ്സിഫൈഡ് ആണെന്ന് വേണേൽ കാണാനാകും. കറക്റ്റ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ചിന്തിക്കുന്നത് ഇതൊരു മൊമെൻറ്റം പ്ലേ ആണ് പല ഇൻവെസ്റ്റേഴ്സിനും. അതായത് ഏത് സ്റ്റോക്കിൻ്റെ പ്രൈസാണോ കൂടുന്നത് അവിടെയൊക്കെയാണ് അവർ കൂടുതൽ അലോക്കേഷൻസ് കൊണ്ടുവരിക. അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ. അപ്പോൾ അവർ ഈ ഒരു ലീഡിങ് കമ്പനി ഉണ്ടല്ലോ, ഇപ്പോൾ TSMC നാളെ ഇതിൻ്റെ പ്രൈസ് വീണ്ടും 10% ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത്രത്തോളം കൂടുതൽ റിട്ടേൺസ് കിട്ടാമെന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് അതിനകത്തേക്ക് അലോക്കേഷൻസ് ചെയ്യുന്നത്. അവിടെയാണ് ശരിക്കും ഒരു ബബിൾ പോലത്തുള്ളൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഏർണിങ്സ് ചിലപ്പോൾ ക്യാച്ചപ്പ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ക്യാപിറ്റലേഷൻ വരാം. ഇങ്ങനത്തെ ഒരു ക്യാപിറ്റലേഷൻ വരികയാണെങ്കിൽ, ഒരു ഹ്യൂജ് സെല്ലിംഗ് വരികയാണെങ്കിൽ ആ വിഡ്രോ ചെയ്യുന്ന പൈസ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിഫെൻസീവ് സെക്ടേഴ്സിലാണ് കൊണ്ടുവരാൻ സാധ്യത. AI ബബിൾ വന്നു, AI ബബിൾ പൊട്ടുകയാണെങ്കിൽ ഇന്ത്യ തിരിച്ച് ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന എമർജിങ് മാർക്കറ്റായിട്ട് വരാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാധ്യതയുണ്ട് എന്നുള്ള ഒരാൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം കോർഡിനേഷൻ റീറ്റെയിൽ നിക്ഷേപർ ഒരുപാട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അവർ ആ ഒരു സമയത്തെല്ലാം കണ്ടുള്ളൊരു ബുൾ ഫേസ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് വളരെ രീതിയിൽ വോളറ്റിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ കടന്നെത്തിയ നിക്ഷേപകരൊക്കെ ഒരു അവരുടെ പക്വത പരീക്ഷിക്കുകയാണോ അല്ലെങ്കിൽ ഒരു പക്വത ആർജിക്കണമെന്നാണോ മാർക്കറ്റ് സൂചിപ്പിക്കുന്നത്? അതേപോലെ തന്നെ നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ സാധാരണ റീറ്റെയിൽ നിക്ഷേപർ ഒരു ഹൈ ക്വാളിറ്റി
ലാർജ് ക്യാപ്പിലോട്ട് പോകണോ അതോ ഒരു ഇച്ചിരി കൂടെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള അതേസമയം ഗ്രോത്തിന് പ്രോസ്പെക്ടസ് ഉള്ള മിഡ് ക്യാപ്പിലേക്കാണോ ശ്രദ്ധിക്കേണ്ടത്? കാര്യം പ്രത്യേകിച്ചും മിഡ് ക്യാപ്പ് 100 സൂചികയൊക്കെ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ ഏത് സ്ട്രാറ്റജി ആയിരിക്കും അവർക്ക് നല്ലത്? ഇവിടെ ഈ ചോദ്യത്തിന് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്ററിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് സമയത്തൊക്കെ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് ചിലപ്പോൾ ഒരു 50 ലക്ഷം രൂപയോ 60 ലക്ഷം രൂപയുടെ ഒരു മാർക്കറ്റ് ഗെയിൻസ് ചിലപ്പോൾ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ടാവാം. അവിടെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ചിലപ്പോൾ ഈ ഒരു ഇൻവെസ്റ്ററിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തുള്ളൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നമ്മുടെ കൂടുതൽ ലേണിങ്സ് കൊണ്ടുവരേണ്ടതും കൂടുതൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ ലിറ്ററസി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതും. ലിറ്ററസി കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ 60 ലാക്സിൻ്റെ ഹോൾഡിംഗ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്വത കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഞാൻ പറയുന്നു ഈ ഒരു മാർക്കറ്റ് കറക്ഷൻ ഓപ്പർച്യൂണിറ്റി ശരിക്കും നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ട് ഒരു ക്രൈസിസിനെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് അടുത്ത വിന്നേഴ്സ് ഏതാ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടുള്ള കൂടുതൽ റിസർച്ച് ചെയ്യുക, ഗവേഷണം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറയുക. രണ്ടാമത്തത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈൻ ഇൻഡെക്സിനേക്കാളും ഒരു 5-6% അഡീഷണൽ റിട്ടേൺസ് തന്നേക്കുന്ന ഇൻഡിസസ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്മോൾ ക്യാപ്സ് ഒക്കെ. പക്ഷേ സ്മോൾ ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ റണ്ണപ്പ് 2023 വരെ ചെയ്തത്. 2022-23 വരെ ഏറ്റവും കൂടുതൽ റണ്ണപ്പ് ചെയ്തത് സ്മോൾ ക്യാപ്പാണ്. സ്മോൾ ക്യാപ്പ് വീണതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഹെഡ്ലൈൻ ഇൻഡെക്സസ് നമ്മുടെ നാട്ടിൽ വീണ് തുടങ്ങിയത്. അപ്പോൾ എപ്പോഴും ചെറിയ കമ്പനികളുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലും സ്മോൾ ക്യാപ്പിൽ മേ ബി നിങ്ങളുടെ ഫുൾ 100% ഇൻവെസ്റ്റ്മെൻറ്റ് സ്മോൾ ക്യാപ്പിൽ കൊടുക്കണം എന്നല്ല പറയണത്. പക്ഷേ മേ ബി ഒരു 30-40% അലോക്കേഷൻ ചെറിയ കമ്പനികളിൽ കൊടുക്കണമെന്ന് വെയിറ്റേജ് മാറ്റി നോക്കും. അതെ, വെയിറ്റേജ് ഒരു 30%. കാര്യം ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടിങ്ങിനായിട്ടുള്ള സാധ്യത എപ്പോഴും കിടക്കുന്നത് ചെറിയ കമ്പനികളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും കൊണ്ടൊന്ന് ഓഡിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു 30-40% ഒന്നും ഇവിടെ അലോക്കേഷൻസ് ചെറിയ കമ്പനിയിൽ കൊടുക്കുന്നതോട് ഒരു തെറ്റുമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഫൈനലായിട്ടൊരു അഡ്വൈസ് കൊടുക്കുന്നത് വരുന്ന ഒരു 6 മാസത്തെ ഉള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്തായിരിക്കണം? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ഫുൾ ക്യാപിറ്റൽ ഇറക്കുന്നതിന് പകരം സ്റ്റാഗർ ചെയ്ത് കുറച്ചായിട്ട് ഒരു SIP പോലെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. മേ ബി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 lakhs ഉണ്ടെങ്കിൽ മന്ത്ലി മേ ബി നിങ്ങൾക്ക് 1 lakh വെച്ചിട്ട് അടുത്ത 10 monthsലേക്ക് സ്റ്റാഗർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ സ്ട്രാറ്റജി. കാരണം മാർക്കറ്റ് എത്രത്തോളം ഡിസ്റപ്ഷൻസ് ഈ കോൺഫ്ലിക്റ്റ് കൊണ്ട് വരും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. AI രീതിയിലുള്ള നമുക്കത് അതിൻ്റെ കംപ്ലീറ്റ് പ്ലേ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ബട്ട് അൺസർട്ടനിറ്റി നിങ്ങളുടെ ഫ്രണ്ടാക്കി നിങ്ങൾ മാറ്റണം. കാരണം അൺസർട്ടനിറ്റിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഫിഷിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. 25-30% മേലെ ഗ്രോ ചെയ്യുന്ന കമ്പനീസ് എപ്പോഴും നിങ്ങളുടെ ഒരു അസറ്റിനെയാണ്. അപ്പോൾ അങ്ങനത്തുള്ള കമ്പനീസ് കണ്ടുപിടിക്കുക, അതിൽ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ബട്ട് ടോട്ടൽ വെയിറ്റേജ് ഒരിക്കലും ഒരു സ്റ്റോക്ക് ഒരു 10% കൂടുതൽ വെയിറ്റേജ് പോകാണ്ട് നോക്കിയാൽ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയനുള്ള ആളാണ് ഞാൻ. വിപണിയിൽ ഈ ഒരു സങ്കീർണമായ ഒരു സാഹചര്യം നിക്ഷേപരെ സംബന്ധിച്ചും വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ ആവേശത്തിൽ തീരുമാനമെടുക്കാതെ അവധാനതയോടെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഈ ഡിസ്കഷനിലൂടെ ബാലേന്ദ്രനും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടോപ്പിക്കെ കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.